അപ്ഡേഷൻ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ബിസിനസ്സിൽ വരുത്തിയിട്ടില്ലെങ്കിൽ ഈ വർഷം തന്നെ നിങ്ങൾ ഫീൽഡ് ഔട്ട് ആവും. ഹലോ, എന്തെല്ലാം വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഫസ്റ്റത്തെ പോർഷൻ കണ്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചോ നിങ്ങളോട് പറയാതെ ഞാൻ എങ്ങനെ ഭയങ്കര ഫേമസ് ആയി പോയെന്ന്? അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ആർക്കും വേണ്ട. ഞാൻ ഫേമസ് ആയാലും ആയില്ലെങ്കിലും നിങ്ങളുടെ അടുത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരും കേട്ടോ. ഇത് നമ്മൾ ഒരു ആഡ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ്. ഷൂട്ട് ചെയ്യാൻ പോയപ്പോൾ ഞാനും അൻഷിതയും നിഷാദ് സാറും കൂടിയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. നിഷാദ് സാറിനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഫിറ്റ് മൈ ജോബിൻ്റെ പ്രൊഫൈൽ എടുത്ത് നോക്കിയാൽ തന്നെ സാറെ പിടിയിട്ടു. ആൾ നല്ലൊരു അടിപൊളി കണ്ടന്റ് ക്രിയേറ്റർ ആണ് കേട്ടോ. ഫുൾ ഐഡിയാസും ക്രിയേറ്റിവിറ്റിയും ഒക്കെ ആയിട്ട് ഞങ്ങൾ വെച്ചൊന്ന് എടുത്തു നോക്കാൻ വേണ്ടി പോയതാ. അത് ഏകദേശം തീരുമാനമായിട്ട് പോവോ. പക്ഷേ ആ പഴയ ഗ്ലാമർ ഇപ്പൊ തിരിഞ്ഞിട്ടുണ്ട് അല്ലേ? ഉണ്ട് നമുക്ക് തന്നെ അറിയാം. ചെറുപ്പത്തില് നിങ്ങളെ പോലെ ഒന്നല്ലേ ഇനി നമുക്ക് ഭയങ്കര ഗ്ലാമർ. ആഡ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വേറെ വലിയ ദൂര സ്ഥലത്തൊന്നുമല്ല പോയത് കേട്ടോ. ഞങ്ങൾ ഇന്ത്യൻ മാളിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്, മഞ്ചേരി. അവിടെ നല്ല ശാന്തമായ ഒരു അന്തരീക്ഷമായിരുന്നു. പ്രത്യേകിച്ച് ആളുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫുഡ് കോർട്ടിൽ പോയിരുന്നിട്ട് ഇത്രയും ആളുകൾ മുമ്പ് നിന്ന് എന്നോട് വീഡിയോ ചെയ്യാൻ മടിയുണ്ടോ ചോദിച്ചു. എനിക്കങ്ങനെ പ്രത്യേകിച്ച് മടിയൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് ഞാൻ അവിടെ ഇരുന്ന് പറയുകയും ചെയ്തു. എൻ്റെ ഡയലോഗ് കേട്ടാണ് അവരൊക്കെ ചിരിച്ചതെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. ആഡിൻ്റെ ഷൂട്ടും കഴിഞ്ഞ് തിരിച്ചിറങ്ങാൻ വേണ്ടി നോക്കിയപ്പോഴാണ് എസ്കലേറ്ററും ലിഫ്റ്റും വർക്ക് ആവുന്നില്ല എന്നുള്ള ആ സത്യം ഞങ്ങൾ മനസ്സിലാക്കിയത്. പിന്നെ ഞങ്ങൾക്ക് വലിയ ജാടയും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ സ്റ്റെപ്പ് ഇറങ്ങി പോകുന്നു കേട്ടോ. അപ്പോൾ ശരി, ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. നമ്മൾ എടുത്തിട്ടുള്ള ആഡിൻ്റെ വീഡിയോ ഞാൻ ലാസ്റ്റ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു അപ്ഡേഷൻ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ബിസിനസ്സിൽ വരുത്തിയിട്ടില്ലെങ്കിൽ ഈ വർഷം തന്നെ നിങ്ങൾ ഫീൽഡ് ഔട്ട് ആവും. അപ്ഡേഷൻ പറയുന്നതിന് മുൻപ് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ. നിങ്ങൾ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ബിസിനസ്സിനെ അല്ലെങ്കിൽ കോഴ്സിനെ ഇപ്പോഴും ഓഫ്ലൈൻ ആയിട്ടാണോ കൊണ്ടുപോകുന്നത്? നിങ്ങളുടെ കോഴ്സിനെ ഓൺലൈൻ ആക്കി മാറ്റുന്നത് ഒരു വലിയ സാമ്പത്തിക ചിലവായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് സ്കൂളോ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടോ കോളേജോ ഏതുമാവട്ടെ, നിങ്ങളുടെ കോഴ്സിനെ നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് നിങ്ങളുടെ സ്വന്തം ബ്രാൻഡിൽ, അതും ആൻഡ്രോയിഡ്, iOS, വെബ്സൈറ്റ് 3 വെർഷനിലായിട്ട് നിങ്ങളുടെ സ്വന്തം ആപ്പിലേക്ക് മാറ്റിയിട്ട് ഒരു വലിയ മാറ്റം തന്നെ കൊണ്ടുവരാം. വേണമെങ്കിൽ ഫ്രീ ആയിട്ട്. അപ്പോൾ എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? നിങ്ങളുടെ എഡ്യൂക്കേഷൻ ബിസിനസിനെ നമുക്ക് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് കൊണ്ടുപോകാം. For more details, contact now.